ഹലോ ഗായ്സ്. അപ്പോൾ നീണ്ട കാലത്തെ വനവാസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഏട്ടൻ്റെ മോളെ ചോറൂണാണ്. ഇത് എൻ്റെ ഏച്ചീൻ്റെ മോനാണ്. ഇവൻ്റെ കൂടെയാണ് ഞാൻ പോയത്. പെട്ടെന്ന് ആരും വേറെ വന്നിട്ട് രാവിലെയാണ് ചോറൂണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 8 മണിക്ക് ഇറങ്ങി. പിന്നെ ഇവൻ്റെ നടത്തം കാണുമ്പോൾ നിങ്ങൾ വേഗം പള്ളിക്കൂടത്തിലേക്കാണ് പോകണമെന്ന് അല്ല, അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മളെപ്പം ഗെറ്റപ്പായി ബാഗെല്ലാം എടുത്തിട്ട് പോറുള്ളൂ. ആൻഡ് ഇതാണ് ദക്ഷവേദ. ഈ സുന്ദരീൻ്റെ ചോറൂണിന് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ കുറേ പിള്ളേരുണ്ടായിരുന്നു. ഏട്ടൻ്റെ പിള്ളറും ഷാനീസിൻ്റെ ഏച്ചീൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെ ടോക്കൻ 170. നമ്മളവിടെ എത്തുമ്പോൾ 120 ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു ചായ കുടിച്ചു. പിന്നെ ഇന്നും കൂടി ഒരു കുട്ടിയാണ് എന്നോട് എന്താ വീഡിയോ ഒന്നും ഇടാതെ, വീഡിയോ കാണുന്നില്ലല്ലോ ചോദിച്ചിട്ട്. ഗൈസ്, ഞാൻ എവിടെയും പോകാതുകൊണ്ട് നമുക്കൊരു കണ്ടൻറ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതെ. തന്നെ ഞാൻ അപ്പുറം ഇടാൻ നോക്കാം. ഞാൻ 8 മണിക്കെത്തി, നമുക്ക് 11 മണിക്കാണ് നമ്മളെ മോളെ ചോറിനുണ്ടായത്. നല്ല തിരക്കായിരുന്നു. ഒരു ഞായറാഴ്ചയാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ കയറി തൊഴുതു. പിന്നെ തനിക്ക് ഞാൻ ഒരിക്കലും കുറ്റക്കേടില്ല എന്ന് പറയില്ല. പക്ഷേ ഇന്നത്തെ ഇവൻ്റെ ആ ചന്തയെല്ലാം കണ്ടേരുള്ള പെർഫോമൻസ് കണ്ടേരും എനിക്ക് തൃപ്തിയായി. പണ്ട് നല്ലൊരു മോനായിരുന്നു. ഇപ്പോൾ എവിടെ കണ്ടാലും പിടിച്ച് തൂങ്ങി ഫുൾ അലമ്പാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ക്ഷീണം പിടിച്ച് അന്നമേക്ക് കാലെല്ലാം വെച്ച് കിടക്കല. ഇനി വീട്ടിലെത്തിയിട്ട് ഓനെ കടത്തം കണ്ട് വിചാരിക്കും നമ്മളെല്ലാം നോക്കിയിട്ട് ഓൻ ക്ഷീണം പിടിച്ചതാണ്. പക്ഷേ ഓൻ്റെ വയറ്റ് തന്നെ നടന്ന് ഓനെ പിടിച്ച് കളിയൊന്നും ഞാനിവിടെ ആരോട് പറയുന്നില്ല. അങ്ങനെ ചോറൂണെല്ലാം കഴിഞ്ഞ് സുന്ദരി ഇറങ്ങിപ്പോയി. അപ്പോൾ ഇന്ന് എടുത്തേ ഉള്ളൂ. അടുത്തൊരു വീട്ടിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.